ഒടുവിൽ ആ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനുമായി അടുക്കുകയാണ്. രണ്ടുപേരും രണ്ട് തട്ടിലായിരുന്നു ഇതുവരെ നിന്നത്. ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരെ വാളോങ്ങി നിന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് BJP സ്ഥാനാർത്ഥി തോൽക്കുന്നതിന് വേണ്ടി ശോഭാ സുരേന്ദ്രനും ഡ്രൈവറും അടക്കമുള്ള ആളുകൾ അവിടെ പണിയെടുത്തു, കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ചു, കൗൺസിലർമാരെ അകറ്റി നിർത്തി എന്നൊക്കെയുള്ള വിമർശനം കെ സുരേന്ദ്രൻ്റെ ക്യാമ്പിൽ നിന്ന് ഉയരുമ്പോഴും ശോഭ പറഞ്ഞു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. സുരേന്ദ്രൻ പിന്നെ ശോഭ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം ഒരു വഴിക്കായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശോഭാ സുരേന്ദ്രനെ കൂടി ഒപ്പം നിർത്തിയാൽ കെ സുരേന്ദ്രന് കിട്ടുന്ന മൈലേജ് വളരെ വലുതാണ്. കെ സുരേന്ദ്രൻ രാജ്യസഭാംഗമായി പോവുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അടുത്ത സംസ്ഥാന അധ്യക്ഷയാകണമെങ്കിൽ ശോഭാ സുരേന്ദ്രനും ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഏതോ രാഷ്ട്രീയ നിരീക്ഷകനോ രാഷ്ട്രീയ ഉപദേശം ശോഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഇടഞ്ഞു നിന്നാൽ സുരേന്ദ്രൻ നിങ്ങളെ വീണ്ടും കടുംവെട്ട് വെട്ടി പുറത്തിരുത്തും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് സുരേന്ദ്രനുമായി ഒരു നയത്തിൽ അടുത്തു നിന്നാൽ ഈ സംസ്ഥാന നേതൃമാറ്റം, അതായത് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന നേതൃമാറ്റ പ്രക്രിയയിൽ നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷയായി വരാൻ കഴിയും, സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്യുമെന്ന ഒരു പാഠം ആരോ ശോഭയെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശോഭ സുരേന്ദ്രനൊപ്പം കൈകോർക്കുമ്പോൾ വേദനിക്കുന്നത് PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും MT രമേശനും ഒക്കെയാണ്. കാരണം അവർക്ക് ശോഭ ഇടഞ്ഞു നിൽക്കുന്നതാണ് സുരേന്ദ്രനെ തള്ളി താഴെ ഇറക്കാൻ ഏറ്റവും വലിയ ആയുധം. ശോഭ അവർക്ക് പിന്തുണയുണ്ട്, PK കൃഷ്ണദാസിനൊക്കെ പിന്തുണയുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ശോഭാ സുരേന്ദ്രൻ PK കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ആളാകാൻ താല്പര്യവും അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ സുരേന്ദ്രനെതിരെ നടക്കുന്ന കരുനീക്കങ്ങളിൽ ശോഭയുടെ പിന്തുണ PK കൃഷ്ണദാസിന് ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. കഴിഞ്ഞ നേതൃമാറ്റ സമയത്ത് MT രമേശ്, AN രാധാകൃഷ്ണൻ എന്നിവരുടെ പേരാണ് കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരുന്നത്. ഇവരെ സംസ്ഥാന അധ്യക്ഷനാക്കുക, ഇവരിൽ ആരെങ്കിലും ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നായിരുന്നു PK കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ആഗ്രഹം. എന്നാൽ നിർഭാഗ്യവശാൽ സുരേന്ദ്രന് തന്നെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് എത്തുകയും PK കൃഷ്ണദാസ് പക്ഷം ഒന്നൊഴിയാതെ തഴയപ്പെടുകയും ചെയ്ത കാഴ്ചയാണ് BJPയുടെ ഉള്ളറകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രാഷ്ട്രീയ യുദ്ധം BJPക്കകത്ത് നടന്നുകൊണ്ടേയിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയം നേരിട്ടപ്പോൾ ആ പടലപ്പിണക്കം പ്രത്യക്ഷമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ ഈ 14 പേർ പങ്കെടുക്കാതിരുന്നത്. PK കൃഷ്ണദാസിനൊപ്പമുള്ള 14 പേർ, MT രമേശ്, AN രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 14 പേർ പങ്കെടുക്കാതിരുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ടാണ്. ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നു, സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിക്കുന്നു. ഈ പുനഃസംഘടനയൊക്കെ വരുമ്പോൾ ചില നേതാക്കൾ, അതായത് സുരേന്ദ്രനൊപ്പം നിന്ന ചില നേതാക്കൾ മറുകണ്ഠം ചാടിയത് അല്ലെ മാറി നിൽക്കുന്നതും ശ്രദ്ധേയമാണ്. മറ്റാരുമല്ല, നമ്മുടെ മുൻ മന്ത്രിയും രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്ന V മുരളീധരനാണ് മാറി നിൽക്കുന്നത്. V മുരളീധരനും കെ സുരേന്ദ്രനും വളരെ വലിയ സൗഹൃദത്തിലായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് തീരുമാനിക്കുന്നു, അവരായിരുന്നു പ്രബല ശക്തികൾ എന്ന് BJP അണികൾക്ക് പോലും അറിയാം. അപ്പോഴാണ് വി മുരളീധരൻ ഒരു വലിയ പ്രസ്താവന നടത്തുന്നത്. പാലക്കാട് തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ പോയി സുരേന്ദ്രനോട് ചോദിക്കുക, പ്രസിഡന്റിനോട് ചോദിക്കുക, അയാൾക്കാണ് ഉത്തരവാദിത്തമെന്ന് പറയുമ്പോൾ സുരേന്ദ്രനെ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് കരണക്കുറ്റി കടിക്കുന്നത് പോലുള്ളൊരു അടിയാണ് V മുരളീധരൻ കൊടുത്തത്. അങ്ങനെയുള്ള മറുപടി സുരേന്ദ്രനെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു സമവായ മറുപടി, എന്താണ് പെട്രോളിന് വില വർദ്ധിച്ചാലും വയനാട് ദുരന്തം വന്നാലും അഴകുഴമ്പൻ മറുപടികളിലൂടെ പരിഹാസപാത്രമായി മാധ്യമങ്ങൾക്ക് മുന്നേ ഇളിഭ്യനായി നിൽക്കുന്ന V മുരളീധരൻ, പാർട്ടിയെ പ്രതിരോധിച്ചു എന്ന സ്വയം അഹങ്കരിക്കുന്ന V മുരളീധരൻ ഈ അവസരത്തിൽ സുരേന്ദ്രനെ കടന്നാക്രമിച്ചത് സുരേന്ദ്രപക്ഷത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ സംസ്ഥാന ജില്ലാ നേതൃമാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നേതൃയോഗങ്ങൾ വരുമ്പോൾ V മുരളീധരൻ്റെ കൂടെയുള്ള ആളുകൾ കെ സുരേന്ദ്രനെ എതിർത്ത് മാറി നിൽക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രന് അത് കൈകൊള്ളുന്ന ഒരു പരിപാടിയായി തീരും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള C കൃഷ്ണകുമാർ, ഇവരൊക്കെ കെ സുരേന്ദ്രൻ്റെ അടുത്ത അനുയായികളാണ്, അടുത്ത ആളുകളാണ്. C കൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നയാൾ, പിന്നെ P സുധീർ, VV രാജേഷ് തിരുവനന്തപുരത്തുള്ള നേതാവ്, A നാഗേഷ്, C ശിവൻകുട്ടി, നാരായണൻ നമ്പൂതിരി, എന്നിട്ട് P രഘുനാഥ്, ഇവരൊക്കെ കെ സുരേന്ദ്രന് ഒപ്പം നിൽക്കുമോ അതോ മറുകണ്ഠം ചാടുമോ, MT രമേശിനെ പ്രസിഡന്റാക്കാൻ ശ്രമിക്കുമോ, ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റാക്കാൻ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ സുരേന്ദ്രൻ ഇതുവരെ നിശ്ചയമില്ല. അതുമാത്രമല്ല, സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയതിന് കാരണമായി കെ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ ഒരു കാര്യത്തിലും വിമർശിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സന്ദീപ് വാര്യർക്ക് സീറ്റ് നിഷേധിക്കാൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ അല്ല എന്ന് സുരേന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ചെയ്തത് P രഘുനാഥും സംഘവുമാണ്.
അവിടെ ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ ഏകോപിപ്പിച്ചിരുന്നത്. ഓരോ കമ്മിറ്റിക്ക് ഓരോ ചുമതല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരു ചുമതല. പാലക്കാടിന് ഒരു ഗ്രൂപ്പ്, ചേലക്കരയ്ക്ക് മറ്റൊരു ഗ്രൂപ്പ്. അന്ന തരത്തിലായിരുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. പാലക്കാട് ഉള്ള ഗ്രൂപ്പിലെ മാനേജർ സന്ദീപ് വാര്യരോട് ശത്രുതയുള്ള വ്യക്തിയായിരുന്നു. അത് പി രഘുനാഥാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ മാനേജരാണ് സന്ദീപ് വാര്യർക്ക് വേദിയിൽ കസേര നിഷേധിച്ചത്. അതാണ് പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്കും സന്ദീപ് വാര്യരുടെ കൂടുമാറ്റത്തിനും കാരണമായത്. അതുകൊണ്ട് തന്നെ പി രഘുനാഥ്, നാരായണൻ നമ്പൂതിരി എന്നിവരോടുള്ള അനിഷ്ടം രഹസ്യമായിട്ടെങ്കിലും കെ സുരേന്ദ്രൻ അദ്ദേഹത്തോട് അടുപ്പമുള്ള മറ്റ് നേതാക്കളോട് സംവദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. ചുരുക്കത്തിൽ BJP-യിൽ നേതൃമാറ്റം അല്ലെങ്കിൽ ആ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അകന്നു മാറി നിന്ന ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടുക്കുന്നു. ഇത് PK കൃഷ്ണദാസ് പക്ഷത്തിനും V മുരളീധരനും തലവേദന സൃഷ്ടിക്കുമോ? അടുത്ത സംസ്ഥാന അധ്യക്ഷയായി പാർട്ടിയുടെ കീ പോയിന്റിൽ വരണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നാലേ ശരിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് ശോഭയ്ക്ക് വന്നത് പാർട്ടി അണികൾക്ക് ഒരല്പം ആശ്വാസമാണെങ്കിലും സുരേന്ദ്രനൊപ്പം ചേർന്ന് ഇങ്ങനെ ഒരു പോരാട്ടത്തിന് സുരേന്ദ്രനൊപ്പം ചേർന്ന് നിൽക്കുന്നതിനോട് അവർക്ക് അത്ര താല്പര്യം ഇല്ല എന്ന് പറയുന്നതാകും ഏറ്റവും ഉചിതം.